ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ചോദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടുപോലെ എങ്ങനെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി, അതായത് നിങ്ങളുടെ പേര് വെച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി നമുക്ക് ഇങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വീഡിയോയിൽ ലെങ്തി ഒന്നും ആയിരിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇതിനുവേണ്ടി ഒരു വെബ്സൈറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, വെബ്സൈറ്റിൻ്റെ പേര് manyapada.geekstudios.tech എന്നാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര്. ഓക്കെ, manyapada.geekstudios.tech. ഓക്കെ, ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക, ശേഷം ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇതായിരിക്കും കാണാൻ സാധിക്കുക. നേരെ ആ സൈഡിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. നിങ്ങൾ താഴോട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏറ്റവും താഴെയായിട്ട് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഡ്രോപ്പ് ഡൗൺ ആരെയും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിൽ ഫീമെയിൽ കപ്പിൾ. ഓക്കെ, മെയിലാണോ ഫീമെയിലാണോ കപ്പിളാണോ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ മെയിലാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ പേര്, അതായത് ആ ഒരു ജേഴ്സിയുടെ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് കേരള ചുമ്മാ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ജേഴ്സിയുടെ നമ്പർ, ഓക്കെ, ജേഴ്സിയുടെ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാൻ ചുമ്മാ ഇവിടെ 10 ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം മേക്ക് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ജേഴ്സി ക്രിയേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല കാണിക്കുക. ഓക്കെ, ഒരു ദിവസം നിങ്ങൾക്ക് 3 ജേഴ്സി മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ജേഴ്സി ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, എനിക്ക് നാളെ പറ്റത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സൈറ്റിൽ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇമേജ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതിൻ്റെ താഴെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടത്തെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. ബൈ.